എല്ലാവർക്കും കുക്ക് ടേൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി തമിഴ്നാട് സ്റ്റൈല് കല്യാണ കേസരിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ കേസരി വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ വായിലിട്ട് കഴിഞ്ഞ് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കേസരിയാണ്. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഇനി ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാ ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് റവയാണ് കേട്ടോ. ഇതുപോലത്തെ മെഷറിംഗ് കപ്പിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1 കപ്പ് റവ എടുക്കുമ്പോൾ 1.5 കപ്പ് പഞ്ചസാരയാണ് ശരിക്കുള്ള അളവ്. മധുരം ഇത്ര വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം. പക്ഷേ നമ്മുടെ കേസരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള മധുരം തന്നെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കപ്പില്ല എങ്കിൽ സാധാരണ ചായയുടെ ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ്സോ വീട്ടിലുള്ള എന്തെങ്കിലും കോഫി മഗ്ഗോ അതായാലും മതി. അപ്പോൾ എത്ര എടുക്കുന്നോ നമ്മൾ റവ അതിനനുസരിച്ച് പഞ്ചസാര എടുക്കണം. അതായത് 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പഞ്ചസാര. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂ ആണ്, കാഷ്യൂ നട്ട്സ് ആണ്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ ഏലക്ക പൊടിച്ചത്. ഇത് ഞാൻ തൊലി കളഞ്ഞ ഏലക്കയുടെ അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് മാത്രം എടുത്ത് പൊടിച്ചതാണ് കേട്ടോ. വളരെ ചെറിയ ഏലക്ക ആയതുകൊണ്ട് ഞാനൊരു 20 ഏലക്ക പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവ, 1.5 കപ്പ് പഞ്ചസാര, ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ നെയ്യ് നമുക്ക് എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ 1/3 ഭാഗമെങ്കിലും നെയ്യ് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. സാധാരണ കേസരിയിൽ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർക്കുക. ചിലവർ ഉണക്കമുന്തിരി ചേർത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ അത് കഴിക്കുമ്പോൾ ഇടയിലൊരു പുളിരസം വരും. അതിഷ്ടമുള്ളവർ ചേർത്തോളൂ, ഞാനിവിടെ ചേർക്കണില്ല. ഇനി വേണ്ടത് വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളം വേണം. ഇത് ചിലപ്പോൾ ഇച്ചിരി അധികമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് തന്നെ എടുക്കുക വെള്ളം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ റവ എടുത്ത അതേ അളവ് പാത്രത്തിൽ തന്നെ വെള്ളം അളന്നെടുക്കുക. ഞാനിവിടെ ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള നെയ്യല്ല, ഇത് എക്സ്ട്രാ 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തതാണ്. നെയ്യ് തീരെ ഇഷ്ടമില്ലാത്തവർ റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. പക്ഷേ ടേസ്റ്റ് എപ്പോഴും നെയ്യ് വെച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ്. ഇതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് മുരിച്ച് ബ്രൗൺ ആക്കിയിട്ട് എടുക്കരുത്. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ റവ 9 മിനിറ്റ് മിനിമം വറുത്തെടുക്കണം. ഞാൻ 9 മിനിറ്റ് എന്ന് പറയാൻ കാരണം ശരിക്കും നമ്മൾ റവ വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. ആ മണം വരുമ്പോൾ ഇത് ഓഫ് ചെയ്യണം എന്നാണ്. പക്ഷേ ചിലവർക്ക് നമ്മൾ ആ നെയ്യിൻ്റെയും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കയുടെ ഒക്കെ മണം കൊണ്ട് ചിലപ്പോൾ ഇത് തിരിച്ചറിയില്ല. അങ്ങനെയുള്ളവർക്കാണ് പറഞ്ഞു തന്നത്. ഒരു 9 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അടി കരിയിക്കരുത്, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ റവയുടെ പരുവം. നന്നായി മൂത്തിട്ടുണ്ട്, എന്നാൽ ബ്രൗൺ കളർ ആയിട്ടുമില്ല. അത് കുറച്ചൊന്ന് നമ്മൾ വായിലിട്ടൊന്ന് കടിച്ചു നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഉരുളിയിൽ നിന്ന് ഈ റവ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പം ഞാൻ ഉരുളിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളം വേണം. ആ 3.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലത്തെ ചെറിയ ഉരുളി ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. നല്ല സുഖമാണ് ഉണ്ടാക്കാനായിട്ട്, ഇളക്കാനൊക്കെ നല്ല എളുപ്പമാണ്. മാത്രമല്ല പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള നെയ്യില്ലേ, അതിൽ നിന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഇതാ കണ്ടോ, ഇതേപോലെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അപ്പോൾ മാത്രമേ നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതാ ഞാൻ റവ ചേർക്കുകയാണ്. ഇതേപോലെ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വേണം ചേർക്കാനായിട്ട്. അതായത് ഇങ്ങനെ ഓരോ റവയുടെ തരികളും സെപ്പറേറ്റ് വീണുകൊണ്ടിരിക്കണം. ഒരിക്കലും ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്, കട്ട പിടിക്കും. ഇതാ ഞാൻ ഇങ്ങനെ ഇടുന്ന പോലെ വളരെ പതുക്കെ ഇട്ട് കൊടുക്കുക. റവ ചേർക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ.
ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 1 കിലോ കേസരിയാണ് കിട്ടുക. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ റവ അവിടെ എവിടെയും കട്ട പിടിച്ചിരിക്കില്ല. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ കേസരി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകൾ കിട്ടും. അപ്പോൾ കേസരി കാണാനും നന്നാവില്ല, കഴിക്കാനും നന്നാവില്ല. അപ്പോൾ നമ്മൾ 3.5 കപ്പ് വെള്ളം ചേർത്തതൊന്നും ഇപ്പോൾ കാണുന്നില്ല. കാരണം നമ്മൾ റവ നന്നായി വറുത്തിട്ടുണ്ടായിരുന്നു. അഥവാ റവ നന്നായി വറുക്കാതെയാണ് ഇതുപോലെ ചേർക്കണമെങ്കിൽ ആ വെള്ളത്തിൽ കിടന്നിങ്ങനെ പായസം പോലെ ആവുള്ളൂ നമ്മുടെ കേസരി. ഇത് പെർഫെക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് 9 മിനിറ്റ് മിനിമം നമ്മൾ വറുക്കണം. ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ചായിട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷേ കുറച്ച് അവസാനം ചേർക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. ഇത് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ടും കുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ അടച്ചു വെച്ചിട്ടില്ല, അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. റവ വെന്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര അളന്ന് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ചിലർ ആദ്യം നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് റവ ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ അങ്ങനെയാണ് ആദ്യം ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ റവ നന്നായിട്ട് വേവാത്ത പോലെയൊക്കെ തോന്നാറുണ്ട്. നല്ല മയമായിട്ട് നമ്മുടെ കേസരി വരാത്ത പോലെ തോന്നാറുണ്ട്. ഭയങ്കര ഹാർഡായി പോകുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് അടിപൊളിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ നമ്മുടെ കേസരി വരും. ഇപ്പോൾ ഇതിൽ വെള്ള നിറത്തിൽ കട്ടയിട്ട് കിടക്കുന്നത് റവ തന്നെയാണ്. പക്ഷെ പേടിക്കേണ്ട, നമ്മുടെ പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായി വരുമ്പോൾ അതെല്ലാം മിക്സായി വന്നോളൂ. ഇപ്പം ഞാൻ ഫ്ലെയിം ലോയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ റവ ചേർക്കുമ്പോൾ തൊട്ട് ഫ്ലെയിം നമ്മൾ കൂട്ടാൻ പാടില്ല, കുറച്ച് തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 1 2 നുള്ള് ഇടാം കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ചേർക്കുക കേട്ടോ. നമ്മുടെ കേസരി നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഞാനിതിലേക്ക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാറ്, കളറൊന്നും ചേർക്കാറില്ല. നിങ്ങൾ വീട്ടിൽ ചേർക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. പക്ഷേ ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഓറഞ്ച് റെഡ് കളർ ചേർക്കണത്. ഇത് പൗഡർ ഫുഡ് കളറാണ്. 2 ടേബിൾ സ്പൂൺ തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ട് അതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നെയ്യ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നെയ്യ് ചേർത്ത് കൊടുത്താലാണ് ആ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കേസരി കിട്ടുള്ളൂ. അവസാനമായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുത്താലും മതി. ബാക്കി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നെയ്യ് അധികം ഇഷ്ടമില്ലാത്തവർ പകുതി നെയ്യും പകുതി ഓയിലും ഉപയോഗിക്കാം. അപ്പോൾ കേസരി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരു ഇളം ചൂടോടെ സെർവ് ചെയ്യണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരിക്കലും കേസരി കഴിക്കരുത്. ആ നെയ്യൊക്കെ കട്ട പിടിച്ച ഫ്ലേവർ മൊത്തം പോവും. അപ്പോൾ ഇളം ചൂടോടെ അല്ലെങ്കിൽ ചൂടാറിയിട്ട് കഴിക്കാം. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെ പറയൂ. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് മറക്കരുത്. 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.